പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര പരാതി. അടിയന്തര സ്കാനിങ്ങിനെത്തിയ വീട്ടമ്മയ്ക്ക് ഡേറ്റ് നൽകിയത് 3 മാസങ്ങൾക്ക് ശേഷം. സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കമെന്ന് ആക്ഷേപം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. വയറുവേദനയുമായി ആശുപത്രിയിലെത്തിയ വീട്ടമ്മയ്ക്കാണ് സ്കാനിംഗ് തീയതി 3 മാസത്തിന് ശേഷം കുറിച്ചു നൽകിയത്. രോഗി ആശുപത്രിയിലെ സ്കാനിംഗ് സെന്ററിൽ എത്തിയത് ഡോക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ്. തുടർന്ന് സ്കാനിംഗ് സെന്ററിൽ നിന്ന് 23/6/2025 തീയതിയിൽ സ്കാനിങ്ങിന് ഹാജരാകാനാണ് എഴുതി നൽകിയത്. പെട്ടെന്ന് ആവശ്യമെങ്കിൽ സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെ ആശ്രയിക്കാമെന്ന് പറഞ്ഞതായും ഈ വീട്ടമ്മ ശാന്തി രജികുമാർ പറയുന്നു. ഇപ്പോൾ സ്കാനിംഗ് നടത്തുന്നത് മുമ്പ് ബുക്ക് ചെയ്ത രോഗികൾക്കാണോ എന്നും ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ 2 സ്കാനിംഗ് മെഷീനുകളാണ് പരിയാരം മെഡിക്കൽ കോളേജിലുള്ളത്. ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്രയോറിറ്റി അനുസരിച്ചാണ് അവിടെ സ്കാനിംഗ് നൽകുന്നത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സ്കാനിംഗ് ഇത്തരത്തിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. പരിമിതികൾ ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി, മിഥുൻ, അതോടൊപ്പം ഇത്തരത്തിൽ ഇങ്ങനെ കൂടുതൽ സമയമെടുത്തുകൊണ്ടുള്ള ഒരു സ്കാനിംഗ് തീയതി നൽകുന്നത് സ്വകാര്യ ലാബുകളെ സഹായിക്കാനാണ് എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അത്തരത്തിൽ കൂടി ഇതിനെ വ്യാഖ്യാനം ചെയ്യാമോ? നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിനെ ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നത് അവിടെ ചില പരിമിതികളുണ്ട്. കാരണം ഓരോ ദിവസവും നിരവധി രോഗികളാണ് ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മുൻഗണനാ ക്രമത്തിലാണ് അവിടെ സ്കാനിങ് നൽകുന്നത് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതേസമയം ഈ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമെങ്കിൽ സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെ ആശ്രയിക്കാമെന്നാണ് ഈ മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് സെന്ററിൽ നിന്ന് പറഞ്ഞത് എന്നാണ് ഈ അവിടെ സ്കാനിങ്ങിനായി പോയ വീട്ടമ്മ ശാന്തി രജികുമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ സഹായിക്കാനാണോ എന്ന സംശയം കൂടി ജനിപ്പിക്കുന്നുണ്ട്. രോഹിണി, ശരി മിഥുൻ. പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര പരാതി. അടിയന്തര സ്കാനിങ്ങിനെത്തിയ വീട്ടമ്മയ്ക്ക് ഡേറ്റ് നൽകിയത് 3 മാസങ്ങൾക്ക് ശേഷം. സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. പരിശോധന പെട്ടെന്ന് നടത്തണമെങ്കിൽ സ്വകാര്യ ലാബുകളെ സമീപിക്കാനും ജീവനക്കാർ നിർദ്ദേശിച്ചതായി പരാതിക്കാരിയായ വീട്ടമ്മ ശാന്തി രജികുമാർ ജനം ടിവിയോട് പറയുകയുണ്ടായി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.